ശ്രീ സി പി ജോൺ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സി പി ജോൺ, ആരുടെ താല്പര്യമാണ് ഈ കേസിന് പിന്നിൽ എന്നതാണ് ഈ ISRO ചാരക്കേസ് ഗൂഢാലോചന അന്വേഷിക്കുന്നതിൽ നിന്ന് കേരളത്തിന് അറിയേണ്ടത്. ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്പി നാരായണൻ പറഞ്ഞത്, അതുപോലെ തന്നെ ഈ കേസ് സുപ്രീം കോടതി വരെ എത്തിയപ്പോഴൊക്കെ നമ്മൾ എന്താണ് കേസിൽ നടന്നതെന്ന് മനസ്സിലാക്കി. പക്ഷേ ഈ കേസിലേക്ക് എത്തിച്ച വ്യക്തികൾ അവരിപ്പോഴും ഈ അറസ്റ്റിലായ അല്ലെങ്കിൽ അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സജീവമായി രാഷ്ട്രീയ രംഗത്തുള്ള ഒരാളാണ് ഞാൻ. CMPയും അതിന് നേതൃത്വം കൊടുത്ത MV രാഘവനുമെല്ലാം ഈ വിഷയത്തിൽ ഞങ്ങളുടേതായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഞങ്ങളുടെ അടുത്ത നിലപാട് ഞാനിവിടെ ആവർത്തിക്കാൻ പുതിയ തലമുറയ്ക്ക് വേണ്ടി, മാധ്യമരംഗത്തടക്കമുള്ള തലമുറയ്ക്ക് വേണ്ടി ആവർത്തിക്കുകയാണ്. ഒന്ന്, ഇത് ഏതെങ്കിലും വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചന മാത്രമല്ല. ലോകപ്രശസ്തമായ സ്ഥാപനമാണ് ISRO. ആ ISRO ഒരു പ്രത്യേക ഘട്ടത്തിൽ സാറ്റലൈറ്റ് വ്യാപാര മേഖലയിലേക്ക് കടന്ന് അതിന്റെ വാതായനങ്ങൾ കൂടുതൽ തുറക്കുകയും ബഹിരാകാശ രംഗത്ത് നമുക്ക് വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് ISROക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടിയിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആരുടെ താല്പര്യമാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് വളരെ ഊഹിക്കാവുന്ന കാര്യം അത് ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള സംയുക്ത ബഹിരാകാശ ഗവേഷണത്തെ എതിർക്കുന്നവരാരോ അവരുടെ താല്പര്യമായിരുന്നു എന്ന് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ തന്നെ ISRO ചാരക്കേസാണ് ചാരപ്രവർത്തനം എന്ന് പറയാൻ ധൈര്യം കാണിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. പാർട്ടികളിൽ ഒന്നാണ് CMP. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാവിയിലെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ അതിന്റെ സെൻസേഷണൽ വാല്യൂ മാറ്റിവെച്ചുകൊണ്ട് ദേശീയ പ്രാധാന്യവും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യവും മുൻഗണനയിൽ നിർത്തിക്കൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അതിനെ സമീപിക്കേണ്ടത് മാധ്യമങ്ങളുടെ കൂടി കടമയാണ്, പോലീസിന്റെയും കടമയാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇവിടെ പോലീസിലെ ഒരു വിഭാഗം എന്ന് പറയുന്നു, അവർ അതിൽ കടന്ന് മുന്നോട്ട് പോയി. അതിന് പൊടിപ്പും തൊങ്ങലും കൂട്ടാൻ വേണ്ടി ഹണി ട്രാപ്പുകൾ എന്ന് പറയുന്ന ആളുകളെ കൊണ്ടുവന്നു. സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ളത് അതിന് മുൻപും അതിനുശേഷവും കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അത്തരത്തിൽ ഒരു ലക്ഷണമൊത്ത ചാരക്കഥാ നിർമ്മാണ ചാരപ്രവർത്തനമായിരുന്നോ നടന്നത് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും ഇന്നും സംശയമുണ്ട്. പക്ഷെ അതിന്റെ ബലിയാടുകൾ ആരാണ്? രാഷ്ട്രീയത്തിൽ ബലിയാടുകൾ ഉണ്ടായി. K. കരുണാകരനെതിരായി വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നു. K. കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റുക എന്ന നടപടിയിലേക്ക് വരെ നീങ്ങിയ ആ സംഭവ പരമ്പരകൾക്ക് തിരികൊളുത്തിയ ഒരു കാരണം ഇതായിരുന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ബുദ്ധിമുട്ട് അനുഭവിച്ചത് യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാരാണ്, നമ്പി നാരായണനെ പോലുള്ള ആളുകളാണ്. അവർ ഗുഡ് ഫെയ്ത്ത് എന്ന് എടുത്തുകൊണ്ട് പലപ്പോഴും ക്രയോജനിക് എഞ്ചിനുകളുടെ സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങൾ രാജ്യ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അത് പകർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി. അത്തരത്തിലുള്ള വളരെ സങ്കീർണമായ ഒരു മേഖലയിൽ പട്ടാളത്തെ പോലെ ഇത്തരം ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങൾ പോലെ ഉള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ പൊന്നുപോലെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് പകരം അവരെ ചവറ് പോലെ തെരുവിലേക്ക് വലിച്ചെറിയാനാണ് കേരള സമൂഹം തയ്യാറായത് എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും നാം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇനി റിപ്പൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ ബഹുമാനനായ നമ്പി നാരായണന്റെ സാറിന്റെ പ്രസംഗം അല്ലെങ്കിൽ സംസാരം ഞാൻ കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് കട്ടായി പോയി. എന്തായാലും അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്കിതിപ്പോ ഒരു പ്രശ്നമല്ല, എനിക്കിതൊരു ന്യൂസ് മാത്രമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ന്യൂസ് മാത്രമായിരിക്കാം. പക്ഷേ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ മസ്തിഷ്കങ്ങളെ അനാവശ്യമായ വിവാദങ്ങൾ കൊണ്ട് മലീമസമാക്കുന്നവർ ആരായാലും ശാസ്ത്രത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്, രാജ്യത്തിനും എതിരായി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെയൊക്കെ കയ്യാമം വെച്ച് തുറുങ്കിലിടണം എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇതിൽ ചെയ്യേണ്ടത് പുതിയ ലേണിംഗ് ആണ്. പ്രത്യേകിച്ചും മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പോലീസ് എന്തെങ്കിലും കേട്ടാൽ
ഉടനെ തന്നെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുകയാ. ഇന്നത്തെ മാധ്യമപ്രവർത്തനം ശ്രീ സി പി ജോൺ, ഇന്നത്തെ മാധ്യമപ്രവർത്തനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും. റിപ്പോർട്ടർ എന്ന മാധ്യമ സ്ഥാപനം ഫാക്ട് ചെക്ക് ചെയ്ത് തന്നെയാണ് ഓരോ വാർത്തയിലും കൃത്യമായി അതിൽ ഉൾപ്പെടുന്ന ആളുകളെ തന്നെ നേരിട്ട് വിളിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങിപ്പോൾ നമ്പി നാരായണൻ എന്ന രാജ്യം അഭിമാനത്തോടെ നോക്കിക്കണ്ട ശാസ്ത്രജ്ഞന് സംഭവിച്ച ഒരു വലിയ വർഷങ്ങൾ നീണ്ട ഒരു പോരാട്ടമാണ്. അതിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, ഞാൻ ഇന്നിതിരുന്നെല്ലാം കാണണം, ഞാനിതെല്ലാം കാണുകയാണ്. അത് പലപ്പോഴും ഈ നീതി കിട്ടാതെ പോകുന്ന ആളുകൾ ഒരുപക്ഷെ അവർ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അവർ കുറ്റക്കാരായിരുന്നില്ല എന്ന് തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ നീതി നടപ്പാകുന്നത് വളരെ വൈകിയല്ലേ? ഡിലേഡ് ജസ്റ്റിസ് ആണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്.